എല്ലാവർക്കും സിനിമാ കഥയിലേക്ക് സ്വാഗതം. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1969 പുറത്തിറങ്ങിയ കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. ഷീലയാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പ്രേം നസീർ, അടൂർ ബാസി, അടൂർ ഭവാനി, ശങ്കരാടി, മധു തുടങ്ങിയവരൊക്കെയാണ് പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. ഈ സിനിമയിൽ രൂപവാണിയുടെ ബാനറിൽ ശോഭന പരമേശ്വരനാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ജി വിവേകാനന്ദനാണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. കള്ളിച്ചെല്ലമ്മയിലെ അഭിനയത്തിന് ഷീലയ്ക്ക് 1969 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുകയുണ്ടായി. ഈ ചിത്രത്തിലെ സംഗീതം കെ രാഘവനാണ്. ഈ സിനിമയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടുകളാണ് കരിമുകിൽ കാട്ടില് എന്ന് പറഞ്ഞിട്ടുള്ളതും മാനത്തെ കായലിൽ എന്ന് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഈ രണ്ട് പാട്ടുകൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവയാണ്. ഈ സിനിമയുടെ ചെറിയൊരു കഥാസംഗ്രഹത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഷീല വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ വളർന്ന ഒരു ലേഡിയാണ്. നല്ല തന്റെ ഇടവും അതേ സമയത്ത് നമ്മൾ പറയില്ലേ നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെയാണ് ഷീലയുടെ കഥാപാത്രം ഇതിൽ. അപ്പൊ ഇവര് ജീവിക്കുന്നത് ആ നാട്ടിലുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ചന്തയിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. ആ പടം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു ചന്തയാണ്. ആ ചന്തയിലേക്ക് ഈ അടൂർ ഭവാനി, ഷീല അങ്ങനെ ഒരു 2-3 പേര് സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ ആയിട്ട് ചന്തയിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ കരം കൊടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അത് കരം പിരിക്കുന്നത് മധുവിന്റെ ഒരു അസിസ്റ്റന്റും കൂടിയിട്ട്. അപ്പൊ അങ്ങനെ ഈ മധുവിന് നമ്മുടെ ചെല്ലമ്മയോട്, അതായത് ഷീലയുടെ കഥാപാത്രത്തിനോട് ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടുകാർക്ക് ഇവരെ കാണുമ്പോൾ ഭയങ്കര അസൂയയും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇത്രയും സൗന്ദര്യമുള്ള ഒരു ലേഡി, അതേപോലെ ഒറ്റയ്ക്ക് നല്ല ബോൾഡായിട്ട് നിൽക്കുന്നു. അപ്പൊ ആ ഒരുപാട് പേർക്ക് അവളോട് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് പലരും സമീപിക്കാറുണ്ടെങ്കിലും നല്ല ആട്ട് കിട്ടുകയും അതേപോലെ തന്നെ നന്നായിട്ട് ഊക്കി വിടുന്ന പല രംഗങ്ങളൊക്കെ സിനിമയിൽ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ഷീല താമസിക്കുന്നത് ഈ അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഈ സ്ഥലം ജന്മിയുടെയും ഇപ്പൊ വീട് നമ്മൾ തന്നെ കെട്ടി ജീവിക്കുന്ന ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അവള് താമസിക്കുന്നത്. അപ്പൊ ഓല മേഞ്ഞ, അതേപോലെ തന്നെ നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ ഓല മെടഞ്ഞിട്ടുള്ള ചുമരുകളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീട്ടിലാണ് അവള് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ ആ ഷീലയ്ക്ക്, ചെല്ലമ്മയ്ക്ക് കൂട്ടായിട്ട് ആണ് നമ്മുടെ അടൂർ ഭവാനിയുടെ ക്യാരക്ടർ. വള്ളി അക്ക എന്നുള്ളതാണ് അടൂർ ഭവാനിയുടെ ക്യാരക്ടർ. ഷീലയ്ക്ക് അതേപോലെ തന്നെ ഒരു ചെറിയൊരു പയ്യനും അവിടെ ഉണ്ട്. ഷീലയ്ക്ക് എപ്പോഴും സഹായവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു പയ്യൻ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ നമ്മുടെ മധു ഒരിക്കല് അവിടെ വരുന്നുണ്ട്, ഷീലയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പൊ ഒരു ചായ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ആടിനെ, ഒരു കറുത്ത കളർ ആടിനെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോ ഇതിന്റെ പൈസ ഇപ്പോ തരാൻ എന്റെ കയ്യിലില്ലല്ലോ എന്ന് ഷീല പറയുന്നുണ്ട്. പൈസയൊക്കെ ഞാൻ ആവശ്യമുള്ളപ്പോൾ ഞാൻ മേടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു ചായ വെച്ചോ ചോദിക്കുന്നു. അപ്പൊ ആ ചായ വെക്കാൻ പോകുന്ന സമയത്ത് മധു ഇവളെ കടന്നു പിടിക്കുന്നുണ്ട്. അപ്പൊ ആ പിടിക്കുമ്പോൾ ഇവള് എതിർക്കുന്നു. അപ്പൊ ആ ഇവൾക്ക് അതിന് എതിർപ്പാണെന്ന് മനസ്സിലാക്കിയ മധു തിരിച്ചു പോവാ. അപ്പൊ അതേപോലെ തന്നെ ആ നാട്ടിലത്തെ കുറച്ച് ആളുകൾക്ക് എപ്പോഴും പരദൂഷണം പറച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൽ പറവൂർ ഭരതന്റെ ക്യാരക്ടറൊക്കെ ആ ഒരു ഗ്യാങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ചായക്കട, അങ്ങനെയൊക്കെയുള്ളൊരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ആ നാട്ടില് ഒരു ദുരന്തം സംഭവിക്കുകയാണ്. അതായത് അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും ഒക്കെ വന്നപ്പോൾ പുഞ്ചപ്പാടത്ത് കംപ്ലീറ്റ് വെള്ളക്കെട്ടാവുകയാണ്. അപ്പോൾ ഉള്ള പുഞ്ച കൃഷികൾ കംപ്ലീറ്റ് അപ്പൊ ഇത് വല്ലാത്തൊരു കൊലച്ചതിയായല്ലോ ദൈവമേ എന്നൊക്കെ എല്ലാവരും പറയുന്നു. അപ്പൊ അത് നേരത്തെ നമ്മൾ ശങ്കരാടിയുടെ ക്യാരക്ടർ ഒക്കെ ഒരു അത്യാവശ്യം നല്ല പിടിപ്പുള്ള ഒരു ക്യാരക്ടറാണ്. ഷീലയ്ക്കൊക്കെ നല്ല സഹായമാണ്. ആ നാട്ടുകാരെന്തെങ്കിലും പരദോഷം പറയുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശങ്കരാടിയുടെ. ശങ്കരാടിയൊക്കെ അവിടുത്തെ ഓരോ കാര്യങ്ങളും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അവിടുത്തെ ആ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആൾക്കാരും ഈ ശങ്കരാടിയും ഒക്കെ ചേർന്നിട്ടാണ് തീരുമാനിക്കുക. അപ്പൊ ആ ശങ്കരാടി പറയുന്നു, നമുക്ക് കുട്ടനാടുന്നോ കൊല്ലത്തുനിന്നോ ആയിട്ട് നമുക്ക് വെള്ളം വറ്റിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംവിധാനം കാണണം എന്നുള്ളത് പറയുന്നു. അപ്പൊ അങ്ങനെ അവിടേക്ക് ഒരു എഞ്ചിൻ കൊണ്ടുവരാം എന്ന് പറയണം. അത് നമ്മള് മോട്ടർ അടിച്ചിട്ട് വെള്ളം തുറന്നു വിടുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ആ എഞ്ചിന്റെ ഓപ്പറേറ്റർ ആയിട്ടാണ് പ്രേം നസീർ വരുന്നത്. അപ്പൊ അങ്ങനെ പ്രേം നസീർ വരുന്നു. ഈ തന്റേടിയായിട്ടുള്ള കള്ളിച്ചെല്ലമ്മയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വശത്താക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ചെല്ലമ്മയും നേരത്തെ അടൂർ ഭവാനി, അങ്ങനെ അവരുടെ ആ ഒരു മൂവർ സംഘം ഉണ്ടല്ലോ, ആ മൂവർ സംഘം ആ അവിടെ നടക്കുന്ന ഒരു അമ്പലത്തിലത്തെ ഉത്സവത്തിന് പോവാണ്. അപ്പൊ കുറെ കഴിയുമ്പോൾ ചെല്ലമ്മയ്ക്ക് ഇങ്ങനെ തീരെ വയ്യ എന്നുള്ളത് തോന്നുന്നു. അപ്പൊ തീരെ വയ്യ എന്ന് പറയുമ്പോൾ അവരോട് പറഞ്ഞിട്ട് ഞാൻ പോവാണ്, എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരോട് ഞങ്ങൾ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് പുലർച്ചെ വരുന്നുള്ളൂ, നീ അങ്ങനെ വെച്ചാൽ നീ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലമ്മ അങ്ങോട്ട് വരികയാണ്. അപ്പൊ ചെല്ലമ്മ പോകുമ്പോൾ പെട്ടെന്ന് പ്രേം നസീർ അവിടെ വരുന്നു. പ്രേം നസീർ അവിടെ വന്നിട്ട് ഞാൻ കണ്ടു, നീ പോകുന്നതൊക്കെ ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്നു. ഇതിനു മുമ്പ് തന്നെ ഇവർക്ക് ചെറിയൊരു
അടുപ്പമായിട്ടുണ്ട്. കാരണം നമ്മുടെ ഉമിക്കിരി ചോദിക്കുന്ന കുറെ രംഗങ്ങളൊക്കെ ഉണ്ട് അതിനിടയിൽ. കാരണം പല്ല് തേക്കാൻ ഉമിക്കിരി തരുമോ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് എന്നത്തിന് ഭയങ്കര കട്ട ഉടക്ക്, അതിനുശേഷം പിന്നെ കൊടുത്തയക്കുന്ന അങ്ങനെയുള്ള ഒരു രീതി കൂടെ തന്നെ ഇവർക്കൊരു അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് നല്ല രാത്രിയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇരുമെയ്യുകളും ഒന്നാവുക. അബദ്ധം പറ്റി എന്നുള്ളത് ഷീലയ്ക്കും പ്രേംനസീറിനൊക്കെ മനസ്സിലാവുന്നു. അപ്പോൾ പ്രേംനസീർ പറയാണ്, ഞാൻ നാളെ രാവിലെ പോവാണ്, ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞല്ലോ, നീ വിഷമിക്കണ്ട, ഞാൻ എന്തായാലും തിരിച്ചു വരും എന്ന് തന്നെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ പ്രേംനസീർ പോവാണ്. ആ സമയത്താണ് നമ്മുടെ കരിമുകിൽ കാട്ടിലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ ഉള്ളത്. ആ സമയത്താണ്. ആ പാട്ടിന് മുമ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാനത്തെ കായലിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട്, അതിന് മുമ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ അവർ പോകുന്നു. പിന്നെ അങ്ങനെ കാലം കുറച്ച് മുമ്പോട്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞ് ഇവരൊരു ഈ മൂവർ സംഘം ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെല്ലമ്മയ്ക്ക് ഓക്കാനം വരികയാണ്, ഛർദ്ദിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ പെട്ടെന്ന് അവള് നേരെ പുറത്ത് പോയിട്ട് ഛർദ്ദിക്കാനൊക്കെ വരുന്നു. പെട്ടെന്ന് അടൂർ ഭവാനൊക്കെ എന്ത് പറ്റിയടി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ പറയുന്നു, ഇല്ല വള്ളിയാക്ക, ഞാൻ രാവിലെ എന്തോന്ന് കഴിച്ചത് വയറ്റിൽ പിടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ എന്നാ ശരി, നീ എന്നാ ചന്തയ്ക്ക് വരണ്ട, നീ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ഇവള് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടില് ശരിയെന്ന് പറഞ്ഞിട്ട് പോയി കിടക്കുന്നു. അങ്ങനെ ചന്തയിൽ എത്തുമ്പോൾ മധു അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്, എന്ത് പറ്റി ഇവള് വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോ തീരെ വയ്യാതിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ അവര് തിരിച്ചു വരുമ്പോ ആ പയ്യൻ പെട്ടെന്ന് ഓടി വന്നിട്ട് നമ്മുടെ വള്ളിയൊക്കെയോട് പറയാണ്, ചേച്ചി ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയണം. അപ്പൊ അങ്ങനെ വന്ന് നോക്കണ സമയത്ത് ശരി എന്താന്നുള്ളത് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അടൂർ ഭവാനിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ വള്ളിയാക്ക, അപ്പൊ അവര് വന്നിട്ട് നോക്കുമ്പോൾ ഈ കലത്തിന്റെ മുകളില് നമ്മുടെ പച്ചമുളക്, പുളി, മാങ്ങയുടെ കഷ്ണം ഇതൊക്കെ വെച്ചിരിക്കുന്ന കാണാണ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഇവർക്ക് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാകുന്നു. എന്നിട്ട് നേരെ അവനോട് നീ പുറത്തു പോടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കുന്നു. എന്നിട്ട് ഷീലേനെ വന്നിട്ട് ഭയങ്കര ചീത്ത പറയലാണ്, അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത നിന്നെ ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയിട്ട് നീ ഞങ്ങളെയൊക്കെ ചതിച്ചല്ലോടി, ഈ നാട്ടുകാരുടെ മുഖത്ത് ഇനി നമുക്ക് എങ്ങനെ നോക്കാൻ കഴിയും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ടുള്ള ചീത്ത പറയുന്നു. അപ്പോൾ വല്ലാണ്ട് വിഷമമായിട്ട് ഷീല പറയണു, എന്നെ ഒന്ന് മനസ്സിലാക്കാന്നൊക്കെ പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നീ എന്താ ചായക്കോ, നീയായി നിന്റെ പാടായി, ഞാൻ എന്റെ പാട്ടിന് പോവാണെന്നും പറഞ്ഞിട്ട് അള്ളിയൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പൊ ഷീല ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ആ പുറത്തുപോയ പയ്യനകത്ത് വന്നിട്ട് ഷീലയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ വള്ളിയൊക്കെ ഒരു ഗ്ലാസ്സിൽ കുറച്ചൊരു കഷായം പോലത്തെ എന്തോ ഒരു സംഭവമായിട്ട് നേരെ വരികയാണ്. എന്നിട്ട് ഷീലയോട് പറയണം, നീ ഇതിപ്പോ കഴിച്ചോ, നേരത്തോട് നേരാകുമ്പോഴത്തേക്കും എല്ലാം ശരിയായിക്കോളും എന്നുള്ളത് പറയുമ്പോൾ ഷീലയ്ക്ക് പ്രേംനസീർ പറഞ്ഞ കുറെ വാചകങ്ങൾ ഓർമ്മ വരും. എനിക്ക് വേണ്ട, അദ്ദേഹം എന്തായാലും വരും എന്നുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ വള്ളിയൊക്കെ പറയണം, വരും, നീ നോക്കിയിരുന്നോ, നിന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വള്ളിയൊക്കെ പിന്നെ അങ്ങോട്ട് പോവാണ്. അപ്പൊ എന്തായാലും ഇവള് പ്രഗ്നൻസി കളയണ്ട, അത് കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളത് മനസ്സിലാവാണല്ലോ. അപ്പൊ അങ്ങനെ വീണ്ടും ഓരോന്ന് കാലങ്ങൾ മുമ്പോട്ട് പോകണം. പക്ഷെ നാട്ടുകാർ മുഴുവൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ ആരാണ് എന്താണ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ഉള്ള വർത്തമാനങ്ങളും പരദോഷവും ഇപ്പൊ എന്തായിരുന്നു നടപ്പ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു പരദോഷം പറച്ചിൽ പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പൊ അവസാനം ശങ്കരാടി വന്നിട്ട് അപ്പൊ ഇവൾക്ക് ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ ഇവൾക്ക് ഭയങ്കര വേദനയൊക്കെ വരികയാണ്. വേദനയൊക്കെ വന്നിട്ട് വളരെ കരച്ചിലും വീഴ്ചയിലൊക്കെ ആകുമ്പോൾ വയറ്റാട്ടിമാരൊക്കെ വന്ന് ഇതും ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ അപ്പൊ ശങ്കരാടിയോട് അടൂർ ഭവാനി പറയണം, എങ്ങനെയെങ്കിലും നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ശരി. അപ്പൊ ശങ്കരാടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരാളും സഹായിക്കില്ല, ഇതൊക്കെ വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ്, ഇത് ഈ വക കാര്യങ്ങൾക്ക് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരാടി കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ശങ്കരാടി പോയിട്ട് പെട്ടെന്ന് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവളെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പൊ ആ പയ്യൻ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ അങ്ങനെയൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഈ ആൾക്കാര് ഈ ചെറിയ ചെക്കനോട് ചോദിക്കുന്നുണ്ട്, എന്തായടാ അക്ക പ്രസവിച്ചോ, എന്താ കുട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയുന്നുണ്ട് ചന്തയ്ക്ക് അവള് പോകുന്നുണ്ട്, അങ്ങനെ തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ടിരിക്കുമ്പോ ഒരു കൊട്ടയില് ഇവള് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മധു ഇവളെ കാണാൻ ചെല്ലുകയും ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം മധുവിന് അവളോട് ഒരു ഇഷ്ടമാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം മധു കുറെ വീട്ടു സാധനങ്ങളൊക്കെ ആയിട്ട് ചെല്ലമ്മയെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പൊ ചെല്ലമ്മയോട് പറയുന്നു, ഈ സാധനങ്ങളൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചെല്ലമ്മ പറയുന്നത്, ഞാൻ എത്ര എന്ന് വെച്ചിട്ട് അതൊക്കെ മേടിക്കാൻ, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവാക്കി, ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചു തരേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെ. അപ്പൊ ഞാൻ പൈസ ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ പറഞ്ഞത്, ചായപ്പൊടി മനസ്സിലാക്കണ്ട, എനിക്ക് നല്ലൊരു ചായ ഇട്ട് തരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചായ ഇടാൻ വേണ്ടി പോകുന്ന സമയത്ത് മധു വീണ്ടും അകത്തേക്ക് വന്നിട്ട് ഇവളെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവളെ എതിർക്കുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ പ്രേംനസീറും അവിടെ കയറി വരികയാണ്.
അപ്പൊ പ്രേം നസീർ കയറി വരുമ്പോ അത്യാവശ്യം മദ്യപിച്ചിട്ടൊക്കെയാണ് പുള്ളി വന്നിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് മധുവിനെയും കൂടി ഇവിടെ കാണുമ്പോൾ പ്രേം നസീറും വിചാരിക്കുന്നത് മധുവും ഷീലയും തമ്മിൽ എന്തോ ഒരു ഇതുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവര് രണ്ടുപേരും തമ്മിൽ ഗംഭീര ഒരു അടിയൊക്കെ ഉണ്ടാവുകയാണ്. ഒരു ലഹള പോലെ, ഒരു കലഹം പോലത്തെ ഒരു ഇതൊക്കെ ഉണ്ടാവണം. അതിൽ പ്രേം നസീർ കത്തി കൊണ്ട് മധുവിനെ കുത്തുമ്പോ തന്നെ ഇതില് വിഭ്രാന്തി കൊണ്ടിട്ട് പ്രേം നസീർ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നോക്കുമ്പോഴത്തേക്കും ശങ്കരാടിയും എല്ലാവരും കൂടിയിട്ട് പ്രേം നസീറിനെ പിടിക്കും. എന്നിട്ട് ശങ്കരാടി പെട്ടെന്ന് പറയും, പെട്ടെന്ന് മധുവിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി പറയുന്നു. പ്രേം നസീറിന് അവിടുത്തെ ഒരു തെങ്ങുണ്ട്, ഇവളുടെ അമ്മ നട്ടതാണ് എന്നൊക്കെയാണ് തോന്നുന്നത്. ഒരു തെങ്ങുണ്ട്, ആ തെങ്ങില് കെട്ടിയിടുകയാണ്. എന്നിട്ട് ഇവളെ നോക്കണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ആ തെങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. വളരെ ഷീലയ്ക്ക് നല്ല രീതിയിൽ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളൊരു തെങ്ങും കൂടിയാണത്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രേം നസീറിനെ അവിടുത്തെ ഇതിൽ കെട്ടിയിടുന്നു. അപ്പൊ അങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ശങ്കരാടി പോകുന്നുണ്ട്. അപ്പൊ ആ ശങ്കരാടി പോലീസുകാരെയും നാട്ടുകാരെയും വിളിച്ചിട്ട് വരുന്നതിന്റെ ഇടയിൽ പ്രേം നസീർ ഷീലയുടെ അടുത്ത് എന്നെ ഒന്ന് അഴിച്ചുവിടുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വളരെ ആവേശം ചെയ്യുമ്പോ പെട്ടെന്ന് മനസ്സ് മാറിയിട്ട് ഷീല അഴിച്ചുവിടുകയാണ്, അവനെ അഴിച്ചുവിടുക. അപ്പൊ ശങ്കരാടി വന്നിട്ട് ഇവിടെ ഭയങ്കര ചീത്ത പറയും, നീ എല്ലാവരും പറ്റിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഗംഭീര ചീത്ത പറയുമ്പോൾ ഷീല പറയുന്നു, എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കും, എത്രയൊക്കെ പോയാലും എന്റെ കെട്ടിയോണല്ലേ എന്നൊക്കെ പറയുന്ന രംഗമുണ്ട്. അപ്പോ എന്നോടൊന്ന് ക്ഷമിക്കൂ എന്നൊക്കെ ശങ്കരാടി പറഞ്ഞു. അപ്പൊ ശങ്കരാടി പറയുന്നുണ്ട്, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയിട്ട് ക്ഷമാപണം നടത്തുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ചെല്ലമ്മേ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ പോലീസുകാരുടെ അടുത്ത് പിന്നെ അടൂർ ബാസി പറഞ്ഞു, ഇവളാണ് അയച്ചോണ്ട് ഇവളെ ഒന്നും ചെയ്യണ്ട, മറ്റയാളെ ഞാൻ പിടിച്ച് തന്നോളാം എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ട് പോലീസുകാരോട് പൊക്കോളാൻ പറയണം. അപ്പൊ അങ്ങനെ ശരിയെന്നുള്ള രീതിയിൽ അവർ പോകുന്നു. അപ്പൊ ഇതേ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ മധുവിനെ കാണാൻ ഷീല പോകുന്നുണ്ട് ഒരു ദിവസം. അപ്പൊ പോണ സമയത്ത് മധു അവിടെ ഇല്ല, മധു അവിടുന്ന് പോയി. കാരണം അപ്പൊ അവിടുത്തെ സിസ്റ്റർ പറയുന്നുണ്ട്, ഇന്ന് രാവിലെ തന്നെ എനിക്ക് പോയി സ്റ്റിച്ച് പോലും വെട്ടാണ്ടാണ് പോയിരിക്കുന്നത്, ഒരാളെ കൊല്ലണം എന്നൊക്കെ പറയണ കേട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഷീലയ്ക്ക് കാര്യം മനസ്സിലാവുന്നു. ഷീലയ്ക്ക് ആകെ അയ്യോ എന്നുള്ളൊരു രീതിയിലാവുക. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിൽ വരുന്നു. അപ്പോ മധു ഇടയിൽ വെച്ച് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, അവൻ എവിടെടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ കാണിക്കുന്നത് പ്രേം നസീർ ഒരു പാറമടയിൽ ജോലി എടുക്കുന്നതാണ്. അത് ഒളിച്ചു താമസിക്കുകയാണ് പുള്ളി. അപ്പൊ ഒരു പാറ പൊട്ടിക്കുന്നൊക്കെയാണ് കാണിക്കുന്നത്. ആ പാറ പൊട്ടിക്കുമ്പോൾ ഈ കുഞ്ഞച്ചന്റെ കൈ ഒടിയാണ്. അപ്പൊ കൈ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ നടക്കുകയാണ്. അപ്പൊ ചെല്ലമ്മ അവിടെ വന്നിട്ട് വിവരം കിട്ടി, ചെല്ലമ്മ ഹോസ്പിറ്റലിൽ പ്രേം നസീറിനെ കാണാൻ വരികയാണ്. അപ്പൊ കാണാൻ വരുന്ന സമയത്ത് മധു ഇവിടെ കണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് ഇവള് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആദ്യം ചെല്ലമ്മേനെ അവന് മനസ്സിലാവുന്നില്ല. അപ്പൊ അയ്യോ ഓർമ്മയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ അതിനുശേഷം പതുക്കെ ചെല്ലമ്മ ഡിസ്ചാർജ് ചെയ്തിട്ട് ഓർമ്മയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവളുടെ വേറൊരു വീട്ടിലേക്ക് ഇവനെയും കൊണ്ട് പോകണം. ഇവള് നാട് വിട്ടു. അപ്പൊ അതായത് ഇത്രയും നാൾ ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇവള് നാട് വിട്ടിട്ട് വേറൊരു വീട്ടിലേക്ക് ഇവനെയും കൊണ്ടുവരികയാണ്. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ മധു പ്രേം നസീറിനെ തല്ലിക്കൊല്ലും. അപ്പൊ ഷീല പ്രേം നസീറിനെ കൊണ്ട് വേറൊരു വീട്ടിലേക്ക് വരുന്നു. അപ്പോ പ്രേം നസീർ ഇങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞച്ചൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്കൊരു ഭാരമായി, അപ്പോ എങ്ങനെ എനിക്കും കൂടി വേണ്ടി പണിയെടുക്കണ്ടേ. അപ്പൊ ചെല്ലം പറയുന്നുണ്ട്, സാരമില്ല, ഇതിപ്പോ ഒരാളും കൂടി ഉണ്ട് എന്നല്ലേ ഉള്ളൂ, അത് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാം. അപ്പൊ പ്രേം നസീർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ 2-3 ആൾക്കാരൊക്കെ ആയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അപ്പോഴല്ലേ അപ്പൊ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റോഡ് സൈഡിൽ ഒരു ചെറിയൊരു ടേബിൾ പോലെയൊക്കെ ഉള്ള ഒരു സംഭവം ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുള്ള ചെറിയ കച്ചവടങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ലോറിയിൽ മധു വരുന്നു. ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പോകാനോ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ലോറിയിൽ ഇവര് വെച്ചിട്ട് കാണുകയാണ്. അപ്പൊ ഇവള് പെട്ടെന്ന് മധുവിനെ കാണുമ്പോൾ ഓടണം. മധുവും ഇത് കണ്ടു. അപ്പൊ ഇങ്ങനെ ഈ ഓടുന്നതിന്റെ ഇടയിൽ ഓടി പെട്ടെന്ന് ഇവിടെ കയറാണ്, വീട്ടിലേക്ക് കയറാണ്. അപ്പൊ ഇതിന് മുമ്പുള്ള ഒരു സംഭവത്തില് എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു ഗ്ലാസ് കള്ള് മേടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സീനൊക്കെ ഉണ്ട്. കള്ള് കുടിച്ച പ്രേം നസീർ മഹാമോശമാവും. അപ്പൊ കള്ള് മേടിച്ച് കുടിച്ചിട്ട് പ്രേം നസീർ വീണ്ടും ഷീലയെ കുറ്റം പറയുന്ന സീനൊക്കെ ഉണ്ട്. എന്തായാലും നീ മറ്റവനോട് പഞ്ചാര അടിക്കല് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീര സംശയരോഗം 2 പൊട്ടിക്കല് അങ്ങനെയുള്ള രംഗങ്ങളൊക്കെയാണ്. അതായത് ഞാൻ ഈ പറയുന്ന സീനിന് തൊട്ട് മുമ്പത്തെ രംഗങ്ങളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ് പ്രേം നസീർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇവള് പെട്ടെന്ന് മധുവിനെ പേടിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് ഓടി കയറണം. പക്ഷെ മധു ഇത് കണ്ടിരുന്നു, ഇവിടെ കണ്ടിരുന്നു. അപ്പോഴത്തേക്കും പ്രേം നസീറിന് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങരുത്, അകത്തന്നെ ഇരിക്കണം, അങ്ങനെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പ്രേം നസീർ പറയുന്നുണ്ട്, ഞാൻ അവനെ കൊല്ലും, ശരിയാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് വരണം. അപ്പോഴത്തേക്കും മധുവും പ്രേം നസീർ നമ്മൾ വീണ്ടും നല്ലൊരു കയ്യാങ്കളിയൊക്കെ ആവും. പ്രേം നസീർ ആ കയ്യാങ്കളിയിൽ തോൽക്കുമ്പോഴത്തേക്കും മധുവിന്റെ കാല് പിടിച്ചിട്ട് ഷീല പറയും, ഒന്നും ചെയ്യരുത്, എന്റെ കെട്ടിയോനാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മധു സാരില്ല എന്നുള്ള രീതിയിൽ, കാരണം മധുവിന് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മധു ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രേം നസീർ വീണ്ടും
തലപൊക്കും. കാരണം അറിയാലോ, അങ്ങനെ ആ ഒരു ഇതിന്റെ മുകളിൽ ഞാൻ ഇപ്പൊ ശരിയാക്കുന്നൊക്കെ പറയുമ്പോൾ പ്രേം നസീറിനെ പിടിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കാനല്ലേ പറഞ്ഞു, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും. അപ്പൊ പെട്ടെന്ന് മാറി നിന്ന് ഉള്ളിലേക്ക് ഇതായിട്ട് പോവാണ്, ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അപ്പൊ മധു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ പ്രേം നസീർ ഈ സമയത്ത് പുറത്തേക്കും പോയി. അപ്പൊ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു ലേഡിയും 2 കുട്ടികളും കൂടി അവിടെ വരികയാണ്. അപ്പൊ ഇവര് സംസാരിച്ച് വരുമ്പോ പ്രേം നസീറിന്റെ യഥാർത്ഥ ഭാര്യയും 2 മക്കളും. അപ്പൊ പ്രേം നസീർ വരുമ്പോ അപ്പൊ ഇവള് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രേം നസീർ അവിടെ വരുന്നു. അവിടെ ഇരുന്നിട്ട് ആരാണ് ഇവളെ പിടിച്ച് പുറത്താക്കണം ഇങ്ങനെ സംസാരിച്ചു വരുമ്പോ എന്തിനു നീ ഇവിടെ വന്നു എന്നൊക്കെ ആ വന്ന ലേഡിയോട് ചോദിക്കുന്നത്. പ്രേം നസീർ വീടിനകത്തുണ്ട്. അപ്പൊ പെട്ടെന്ന് ഈ ലേഡിയും ഈ 2 കുട്ടികളും കൂടിയിട്ട് കയറി വരുന്നു. അപ്പൊ അത് യഥാർത്ഥത്തിൽ പ്രേം നസീറിന്റെ ഭാര്യയും കുട്ടികളുമാണ്. അപ്പൊ ഇവള് ഷീലയോട് കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് പ്രേം നസീർ വന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് ആരാണ് ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ഡയലോഗുകളൊക്കെ അടിച്ച് ഷീലയോട് പറഞ്ഞു. ആ ചൂലെടുത്തിട്ട് ഇവളെ അടിച്ചിറക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഷീലയ്ക്ക് ഇങ്ങനെ ദേഷ്യമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഷീല ഇങ്ങനെ പ്രേം നസീറിനോട് പറയണം, ഇത് എന്റെ വീടാണ്, ഞാൻ നോക്കുന്ന വീടാണ്, അപ്പൊ ഇവിടുന്ന് ആരെ അടിച്ചിറക്കണം വേണ്ടെന്നൊക്കെ തീരുമാനിക്കണം ഞാനാണ്. അപ്പൊ പ്രേം നസീർ ഓഹോ എന്നും പറഞ്ഞിട്ട് ഒറ്റ പോക്കാണ് പുറത്ത്. അപ്പൊ എന്നിട്ട് അവളെ ആ വന്ന ലേഡീനെയും പിള്ളേരെ അവിടെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പൊ ഈ ലേഡി പറയുന്നുണ്ട്, ഞാൻ മാനമര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ഒരു ഇതായിരുന്നു, ഇയാളുടെ മോഹവാഗ്ദാനങ്ങളിലൊക്കെ വീണുപോയി, അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഷീല പറയുന്നത്, നമ്മളൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, നമ്മൾ സ്ത്രീയായിട്ട് ജനിച്ചു പോയതാണ്, നമ്മുടെ ചെയ്ത തെറ്റ്, അങ്ങനെയുള്ള ഒരു ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ അതിനിടയിൽ വീണ്ടും പ്രേം നസീർ കഴിച്ചിട്ട് കള്ളൊക്കെ കുടിച്ച് ഗംഭീരമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവളിപ്പൊ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ വരുന്നു. അപ്പൊ പെട്ടെന്ന് അതിലൊരു പെൺകുട്ടി ഉണ്ട്. ആ പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ പ്രേം നസീറിന്റെ കാലിൽ പിടിച്ചിട്ട് അച്ഛ എന്നൊരു 4-5 തവണ വിളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പ്രേം നസീറിന് പെട്ടെന്ന് വിഷമാവണം, ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയില്ല. അപ്പൊ നസീർ പെട്ടെന്ന് അവളോട് ക്ഷമാപണം നടത്തുന്നു, എനിക്ക് അങ്ങനെ ഒരു പറ്റുപോയി, അങ്ങനെ ഇരുന്നിട്ട് അവർ വീണ്ടും ഇതേക്കണം. അപ്പൊ ഷീല പുറത്തിരിക്കുകയാണ്. ഷീല പറയുമ്പോൾ നല്ല ഇടിവിട്ടും മഴയൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ഷീല അവരോട് ലേഡിയോട് പറഞ്ഞിട്ട് നിങ്ങൾ അകത്ത് പോയിട്ട് കിടന്നോളൂ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഷീലേനെ അകത്തേക്ക് വിളിക്കാൻ പറയും, ഞാൻ കിടക്കാൻ കുറച്ചും കൂടി വൈകും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അച്ഛനും ഭാര്യയും 2 കുട്ടികളും ഒക്കെ കൂടിയിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ അവിടെ ഒരു ചെറിയൊരു കിളിവാതിലുണ്ട്. അപ്പൊ ഷീല അതിൽ കൂടെ അങ്ങനെ നോക്കുന്ന ഒരു രംഗമുണ്ട്. അത് എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഷോട്ട് എനിക്ക് ഈ സിനിമയിലെ ആ ഒരു ഷോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ നോക്കുമ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു കിടപ്പൊക്കെ കാണുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ആ ഒരു മനസ്സിലേക്ക് വരുന്ന ഒരു പ്രയാസോ അല്ലെങ്കിൽ ആ ഒരു വികാരത്തിന് എന്താ നമുക്ക് പറയാനുള്ള അറിയില്ല. അങ്ങനെ കണ്ടിട്ട് ഇവൾ കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇവള് പതുക്കെ അവിടെ നിന്ന് അങ്ങനെ പോവാണ്. അപ്പം അവളുടെ ആദ്യം താമസിച്ച വീടുണ്ടല്ലോ, അപ്പൊ നട്ടപാതിരാത്രി ഉണ്ടോ, അവൾ അങ്ങോട്ട് പോയി ഒരു വിഷക്കായാണ്. ആ വിഷക്കായുടെ കുരുവന്തം എടുത്തിട്ട് കഴിക്കുന്നത് കാണിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു തെങ്ങില്ലേ, ആ തെങ്ങിന്റെ അടുത്ത് വന്നിട്ട് അവളുടെ അമ്മയായിട്ട് നല്ലൊരു ബന്ധമുള്ള. അപ്പൊ അങ്ങനെ അമ്മേ എനിക്ക് കണ്ണ് കാണുന്നില്ല, തൊണ്ട വരളുന്നു എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ വരികയാണ്. അപ്പൊ എന്താ മോളെ തെങ്ങിന്ന് കരിക്കിട്ട് കുടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെയൊക്കെയോ കരിക്കൊക്കെ പൊട്ടിക്കുന്നു. അപ്പോഴത്തേക്കും നാട്ടുകാരെ കൂടി വരുന്നു, കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരെ കൂടി. അപ്പൊ ഈ ഒരു ജന്മി ആ വീട്ടിലിന്റെ ആ ജന്മിയുടെ മോനുണ്ട്. ഇവരെ 2 പേരും മുമ്പ് ഷീല നല്ല ഊക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട്, നന്നായിട്ട് ഊക്കി വിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രതികാരം ഇവരോടുണ്ട്. അപ്പോ അവര് പെട്ടെന്ന് ഇവള് കള്ളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതിന് വന്നിട്ട് കക്കണ്ട കാര്യം എന്താണ്, അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവള് താഴ്ത്തു വീഴണം. എന്തോ ഒരാളിടുമ്പോ പിടിക്കുമ്പോഴത്തേക്ക് അവള് താഴത്തേക്ക് വീണം. അപ്പൊ ഇവളിങ്ങനെ പറയണ്ട, അല്ല ഞാൻ കള്ളിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവള് മരിക്കുകയാണ്. അതോടുകൂടിയിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ നായകൻ എന്ന് പറയുന്നത് കഥയും തിരക്കഥയാണ്. നായിക ഷീലാമ്മ തന്നെയാണ്. അതില് അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു രക്ഷയില്ല, കിടിലനാണ്. ആദ്യത്തെ ഒരു 1 hour എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു 2-3 തരം പെർഫോമൻസുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതായത് ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അവിടുന്ന് ഒരു വ്യസനം, അതേപോലെ അവള് സ്നേഹിക്കുന്നവരോടുള്ള ഒരു സ്നേഹം, ഈ നാട്ടുകാരുടെ അടുത്തുള്ള ആ ഒരു പെരുമാറ്റങ്ങൾ, അത് എല്ലാം കൂടി തന്റെ അമ്മയോടുള്ള സ്നേഹം, ഇതൊക്കെ ഉണ്ടല്ലോ വെറുതെ അല്ല ആ ഒരു കേരള സംസ്ഥാന അവാർഡ് കൊടുത്തത്. അതിഗംഭീരമായിരുന്നു, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം മൂവി. ഞാൻ എന്തായാലും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ്. നമുക്കിത് ജിയോ ഹോട്ട്സ്റ്റാറിലും യൂട്യൂബിലും ഒക്കെ ഈ സിനിമ നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ല പ്രിന്റുകൾ തന്നെ അവൈലബിൾ ആണ്. 2 മണിക്കൂറും 4 മിനിറ്റും ആണ് ഈ സിനിമയുടെ ദൈർഘ്യം ഇതിലുള്ളത്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ട് അച്ഛൻ കാസറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടൊക്കെ കണ്ട ഒരു ഓർമ്മയുണ്ട്. ഞാനിപ്പോ പിന്നീട് ഇപ്പോഴാണ് കാണുന്നത്. കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട് തോന്നി. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതും കൂടി അതിൽ തിരുത്തി തരിക. പിന്നെ അത് കാണുന്നവർക്കും കൂടി ഒരു സഹായകരമായിരിക്കും.
പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബർ ബട്ടൺ കൂടി ഒന്ന് ഞെക്കിയാക്കണേ, കൂടെ ഒന്നും ബെല്ലൈക്കൺ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.